ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറി. അതൊരു പ്രത്യേക തരം കറിയാണ്. അതിൻ്റെ കൂടെ ഞാൻ ഡ്രം സ്റ്റിക്കും അതെല്ലാം മുരിങ്ങക്കായും കൂടി ഇട്ട് ഒരു റെഡ് കളറുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 1/2 കിലോ ചെമ്മീൻ, 3 ഡ്രം സ്റ്റിക്ക്, അതായത് മുരിങ്ങക്ക, 1 കപ്പ് ടൊമാറ്റോ, 1 കപ്പ് സവാള, 1/2 കപ്പ് ചുവന്നുള്ളി, ഒരു 3 ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മാഷ് ചെയ്തതാണ് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഓയിൽ. നമുക്ക് ആദ്യം അടപ്പ് കത്തിക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് പാൻ വെച്ച്, അപ്പോൾ പാൻ ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ. നമുക്ക് സവാള ആദ്യം ഇടാം. സവാള ഇട്ടതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ഹൈ ഹീറ്റിലേക്ക് കുറച്ച് നേരം മൂടി വെക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നു നമുക്ക് ചുവന്നുള്ളി ഇടാം. ജിഞ്ചർ ഗാർലിക്, പച്ചമുളക്, ഹൈ ഫ്ലെയിമിലായിരിക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ചെണ്ണയും കൂടി ഒഴിക്കാം. മൊരിഞ്ഞ് വരട്ടെ. ഇപ്പം നല്ലപോലെ എല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ തീ ഒരു മീഡിയത്തിൽ വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞു ഇപ്പം നല്ലപോലെ എല്ലാം വെന്ത് യോജിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമാണ്, അതൊഴിക്കുക. ഒരു കപ്പോളം വരും. ഹൈ ഹീറ്റിൽ വെക്കാം. ഇതിൻ്റെ കൂടെ ഡ്രം സ്റ്റിക്കും കൂടി ഇടുക. അതായത് മുരിങ്ങക്ക അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മുരിങ്ങക്ക ഒന്ന് നല്ലൊരു വെന്തിട്ട് ചെമ്മീനിടാം.
ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മുരിങ്ങയ്ക്ക ഒന്ന് വെന്തോന്ന് നോക്കണം. കാരണം ചിലത് പെട്ടെന്ന് വേകും, ചിലതിന് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം വെന്ത് കുഴഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം, ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്കിടാമല്ലോ. ഇപ്പോൾ കുറച്ചുപ്പ് കുറവാണ്, കുറച്ചുപ്പ് ഇടുക. നമുക്ക് ചെമ്മീനിടാം. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടാം. അപ്പം നമുക്ക് മൂടി വെച്ച് ചെമ്മീനും ഇതെല്ലാം കൂടി നല്ലപോലെ വേകുന്നവരെ ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെമ്മീൻ അധികം വേവില്ലല്ലോ, ഇതൊന്ന് പറ്റി കുഴഞ്ഞ് വരണം. ഇപ്പോൾ കറി റെഡിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറി ഇപ്പോൾ നല്ല പരുവത്തിലായിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ നോക്കാം, ഉപ്പും എരിവൊക്കെ പാകമാണെന്ന് നോക്കാം. ഉപ്പും എരിവെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് മുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ഇട്ടാൽ മതി. ലാസ്റ്റ് ഇറക്കണ മുന്നേ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇളക്കി പാകമായി. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.